അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നതെന്ന്. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ള എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. അർജുൻ എവിടെ? 7-ാം ദിവസവും ഈ ചോദ്യത്തിന് ഉത്തരമായില്ല. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് സൈന്യം നടത്തിയ തിരച്ചിലിനിടെ വാഹനം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടായെങ്കിലും സിഗ്നൽ ലഭിച്ച ഇടത്ത് നിന്ന് ഒന്നും കണ്ടെത്താനായില്ല. കരയിൽ അർജുന്റെ വാഹനമില്ല എന്നാണ് സൈന്യത്തിന്റെയും കണ്ടെത്തൽ. ഗംഗാവലി പുഴയിലെ മൺകൂനയിലാകാം വാഹനമെന്നാണ് ഒരു പ്രധാന നിഗമനം. പുഴയിലും ഇന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. സൈന്യം രാത്രി മടങ്ങും. പ്രതീക്ഷ കെടാതെ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KP ശ്രീധരൻ തത്സമയം ചേരും. ഒപ്പം അവിടുത്തെ രക്ഷാപ്രവർത്തകരും ശ്രീ ബിജു കക്കയും അവിടുത്തെ രക്ഷാപ്രവർത്തകനാണ്, അദ്ദേഹം ചേരും. ഒപ്പം ശ്രീ അരുൺ ഭാസ്കർ സേഫ്റ്റി വിദഗ്ധനാണ്. CPM-നെയും കോൺഗ്രസിനെയും പ്രതിനിധീകരിച്ച് ശ്രീ V വസീഫും ജിൻഡോ ജോണും പങ്കെടുക്കും. ചർച്ചയിലേക്ക് ഷിരൂരിൽ നിന്ന് KP ശ്രീധരനാണ് ആദ്യം. ശ്രീധരൻ, ഇന്ന് ഉച്ചവരെയെങ്കിലും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ആർമി അവരുടെ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതനുസരിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ അർജുന്റെ വാഹനം മണ്ണിനടിയിൽ ഉണ്ട് എന്ന പ്രതീക്ഷ, ഏതാനും മണിക്കൂറുകൾക്കകം അവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തെരച്ചിൽ അവസാനിക്കുമ്പോഴും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ മുതൽ എന്താണ് നടന്നത് അവിടെ? അഭിലാഷ, ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. രക്ഷാപ്രവർത്തകരെ ഇവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരാവട്ടെ, മലയാളികൾ ഒന്നാകെ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ഇന്ന് നമുക്കൊരു 3 സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതിൽ ഒന്ന് ഈ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ അവസാനമായി കാണിച്ച ആ ഭാഗത്തായിരുന്നു സിഗ്നൽ നമുക്ക് റഡാർ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിനടിയിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവിടുത്തെ മണ്ണ് മുഴുവൻ മാറ്റി പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ പ്രദേശത്ത് ലോഹ സാന്നിധ്യം കൂടിയ പാറകളാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ ടവറുകളോ വൈദ്യുത പോസ്റ്റുകളോ ഒക്കെ മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ലോറിയുടെ ഭാഗങ്ങളാകാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അന്ന് അപ്പോൾ മണ്ണ് മുഴുവൻ നീക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. തുടർന്ന് പുഴയുടെ തീരത്തെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകളും ആരംഭിച്ചു. പക്ഷേ അവിടെ നിന്നും കിട്ടിയ സിഗ്നലുകൾ നമുക്ക് ഗുണകരമായ കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും 7 ദിവസം ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചിട്ടും 7 ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിലും ആളെ കണ്ടെത്താനായില്ല എന്നുള്ളത്, സകല സന്നാഹങ്ങളും വന്നിട്ടും കണ്ടെത്താനായില്ല എന്നുള്ളത് തീർത്തും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, ഇന്ത്യയിലെ NDRF, സൈന്യം, അഗ്നിശമന സേന, SDRF, കേരളത്തിൽ നിന്ന് എണ്ണിയാലൊടുങ്ങാത്ത സന്നദ്ധ പ്രവർത്തകർ, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇന്ന് കരയിലും വെള്ളത്തിലുമായിട്ടൊക്കെ നടത്തിയത്. ഈ കരയിലെ ഈ നടപടികൾ അത് അധികം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു കർണാടക സർക്കാർ. പ്രത്യേകിച്ച് മണ്ണ് ശ്രീധരൻ, ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി തന്നെ കരയിലില്ല എന്ന് കർണാടകയുടെ നിഗമനം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷവും കുടുംബവും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരും ഒക്കെ കരയിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇന്ന് സൈന്യം വളരെ കൃത്യമായി കരയിലല്ല വാഹനമെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുമ്പോൾ അത് മുഴുവൻ ആളുകൾക്കും കൺവിൻസിംഗ് ആണോ? തീർച്ചയായിട്ടും എല്ലാവരും ഏതാണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് കരയിൽ പരമാവധി തിരച്ചിൽ നടത്തി. റോഡ് ഇപ്പോൾ ഇരുവശത്തേക്കും ഏതാണ്ട് 95% റോഡ് ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി അവിടെ ലോറി ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഇനി അവിടെ ലോറി ഇല്ല എന്നുള്ള ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് ബന്ധുക്കളും രക്ഷാപ്രവർത്തകരും ഒക്കെ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ. സൈന്യവും ഏതായാലും അവസാനം അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. നാളെ ഒരുപക്ഷെ ചിലപ്പോൾ മാത്രമേ സൈന്യം ഈ തിരച്ചിലിന് ഉണ്ടാവൂ. പക്ഷെ സൈന്യം വന്നപ്പോൾ വലിയ പ്രതീക്ഷ
ആളുകളെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് സൈന്യത്തിന്റെ സംവിധാനങ്ങൾ നമുക്ക് മുന്നേ അറിയാം. പല ദുരന്തമുഖത്തും അവർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇവിടെ വന്നത് അവർ കാര്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ്. ഈ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വരുന്നതിന് പകരം വന്നത് മറ്റ് ഗ്രൂപ്പുകളാണ്. വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് സൈന്യം ഇവിടേക്ക് എത്തിയത് എന്നുള്ളത് ഈ കുടുംബത്തിന് തന്നെ അക്കാര്യത്തിൽ ഒരു പ്രതിഷേധം അവർ നേരിട്ട് അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അവർ ചെയ്തു എന്നുള്ള മറുപടിയാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഈ റോഡിലെ തിരച്ചിൽ പരമാവധി അവിടുത്തെ മണ്ണ് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇനിയൊരു സാധ്യത എന്നുള്ളത് ചില ആളുകൾ, ചില ജിയോളജിസ്റ്റുകൾ ആയിട്ടുള്ള ചില കേരളത്തിലെ ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ലോറിക്ക് മുകളിലേക്ക് മണ്ണ് വീണാൽ ലോറി തെന്നി നീങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ റോഡിന് വശത്ത് ഉള്ള മണ്ണ് മുഴുവൻ നീക്കി. പക്ഷേ കാര്യമായിട്ട് ഒന്നും നമുക്ക് കൃത്യമായിട്ടൊരു ലീഡ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി പുഴയിലേക്ക് തന്നെ തിരച്ചിൽ പോകട്ടെ എന്നുള്ള നിലപാട് ഇപ്പോൾ ഏവരും എടുക്കുന്നത്. അപ്പോ ഇന്നത്തെ തെരച്ചിൽ പൂർണ്ണമായി അവസാനിച്ചല്ലോ. അതായത് രക്ഷാപ്രവർത്തകരും, സൈന്യം മാത്രമല്ല ഇതര രക്ഷാപ്രവർത്തകരും അവിടുന്ന് പിൻവാങ്ങിയോ? നേരത്തെ അതായത് പകൽ ഈ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരിൽ ചില ആളുകൾ ബുദ്ധിമുട്ട് നേരിട്ടതായി, അതായത് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല, അവരെ തിരിച്ചയക്കുന്നു തുടങ്ങിയ പരാതികളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. അവിടുന്ന് ആളുകളെല്ലാം തന്നെ മടങ്ങിയും കഴിഞ്ഞു. ഇപ്പോൾ രക്ഷാപ്രവർത്തകരും ഭൂമിയിൽ നിന്ന് മടങ്ങി. ഏതായാലും കുറച്ച് രക്ഷാപ്രവർത്തകർ എന്റെ കൂടെയുണ്ട്. നമുക്ക് ഫോണിൽ വേണമെങ്കിൽ ലഭ്യമാക്കാൻ ആകും. നിലവിൽ അവരെല്ലാം തന്നെ നിരാശർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോയത്. ഒരു വേള അവർക്ക് തീർച്ചയായിട്ടും ശ്രീധരൻ അവരുടെ അനുഭവം ചോദിച്ചോളൂ. നമുക്ക് ഇന്നിപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ സിഗ്നൽ ലഭിക്കാൻ ഇവിടെ ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ടാണ് ശ്രീധരനെ തത്സമയം കാണിക്കാൻ കഴിയാത്തത്. അവരോട് ഫോണിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. അഭിലാഷ്, ഞാനിപ്പോൾ ഫോൺ അവർക്ക് കൈമാറുകയാണ്. നസ്ര എന്നുള്ള ഒരു കൂട്ടം, മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ്. അവർ ഈ നിരവധി ദുരന്ത മുഖത്തൊക്കെ പോയിട്ട് പരിചയമുള്ള ആളുകളാണ്. അതിൽ നാസ് എന്നുള്ള വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ അഭിലാഷ് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാനാകും. നാസ്, ഇന്നിപ്പോ എന്തായാലും നിങ്ങൾ മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്നല്ലോ, സൈന്യവും ഉണ്ടായിരുന്നു. സൈന്യം വലിയ തോതിൽ തെരച്ചിൽ നടത്തിയിട്ടും കരയിൽ, നദിയിലല്ലാതെ കരഭാഗത്ത് എവിടെയും ഈ ലോറി ഇല്ല എന്ന് അവർ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഓക്കെ, അതായത് കരഭാഗത്ത് പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ അടിച്ചുറപ്പിച്ച് പറയാനായിട്ടില്ല. കാരണം പുഴയുടെയും റോഡിന്റെയും രണ്ടിന്റെയും നടുക്കായിട്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അതും നമുക്ക് കരയിലേക്ക് എന്ന് തന്നെ പറയാം, വേണമെങ്കിൽ പുഴയിലേക്കൊന്നും പറയാം. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് ഇതുവരെ യാതൊരു വിധത്തിലുള്ള സെർച്ചിങ്ങും നടത്തിയിട്ടില്ല, സെർച്ചിങ്ങും അവിടെ എത്തിയിട്ടില്ല. അത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കാണുവാണ്. കാരണം എന്താ വെച്ചാല് ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് പിന്നെ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ലോറി പാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തായിരിക്കാം കൂടുതലും നമുക്ക് പിന്നെ ഈ വാഹനം കണ്ടെത്താനാകുക. ഇന്ന് ഈ പറഞ്ഞ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ച എല്ലാ സ്ഥലത്തും സൈന്യം പരിശോധന നടത്തിയില്ലേ? യെസ് ഓക്കെ. അതില് ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ ഭാഗങ്ങളിലേക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഭാഗത്തുള്ള ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മള് പരമാവധി ഈ ലോറി പാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആ ഭാഗങ്ങൾ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പരമാവധി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന റിപ്പോർട്ട് അവിടെ നമ്മള് ഈ പിന്നെ JCB കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മുഴുവനായിട്ടും രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പാർക്കിംഗ് സെക്ഷനിൽ 2 സ്ഥലങ്ങളിലായിട്ടാണ് സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ 2 സ്ഥലത്തും നിലവില് പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള റിസൾട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇത് മതിയോ? ഓക്കെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നദിയിലായിരിക്കും, കാരണം വെച്ചാൽ നദിയിൽ 25 അടി താഴ്ചയുള്ള വലിയൊരു നദിയാണ്. അതിലേക്ക് ഒരു വലിയ കുന്ന് തന്നെ വീണ് അത് ഏതാണ്ട് 30 അടിയോളം താഴ്ചയിൽ ഒരു വലിയ എന്താ പറയുക ഒരു ദ്വീപ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അത്രയും മണ്ണുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു തെരച്ചിൽ എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ ഉള്ളത് എന്താണ്? അഭിലാഷ്, നമ്മുടെ തത്സമയ സംവിധാനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അവിടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി ആയിട്ടുണ്ട്, നമുക്ക് ദൃശ്യങ്ങൾ അവിടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ നസ്ര
നസ്ര ടീം അംഗങ്ങൾ എന്നോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. ഈ ആളുകളാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളാണ് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. അഭിലാഷ് ചോദിച്ചത്, ഇനിയിപ്പോൾ നദിയിലെ തിരച്ചിൽ എത്രത്തോളം നമുക്ക് ഗുണകരമായിട്ട് ഉണ്ടാകും? കരയിലില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. നദിയിലെ തിരച്ചിൽ എത്രത്തോളം നമുക്ക് ഗുണകരമായി മാറും? അത് നദിയിൽ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മല കഴിഞ്ഞാൽ റോഡാണ്, റോഡ് കഴിഞ്ഞാൽ പിന്നെ നദി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതിന് രണ്ടിലും ഇടയിലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ നദി വെള്ളം തുടങ്ങുന്നതിന് മുമ്പായിട്ടും ഈ റോഡ് കഴിഞ്ഞതിന് ശേഷവുമായിട്ട് ഈ കടകളൊക്കെ നിന്നിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവനായിട്ടും ഈ മണ്ണിടിച്ചിൽ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മുകൾ ഭാഗത്തു നിന്നും വന്ന മണ്ണ് നേരെ ഈ വൈക്കിളടക്കം ഇവിടേക്ക് പോയി പതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം കാണാനിടയായി. കാരണം എന്താ വെച്ചാൽ അന്ന് അങ്ങനെ പതിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള സൂചനയാണ് കാണുന്നത്. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ റോഡിലുള്ള മുഴുവൻ മണ്ണുകളും അവിടേക്കാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അതായത് നദിയുടെ തീരത്തേക്ക്. അതെ, അതോട് ആ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്പോട്ട് അവിടെ ഇപ്പം ഒരു കുന്നു മോഡലായിട്ട് അവിടെ മൺകൂഴ നിവർന്ന് നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇനി അഥവാ ഈ ലോറി പെട്ടിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. കാരണം മെറ്റൽ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അത് 10 മീറ്ററോളം അതല്ലെങ്കിൽ 15 മീറ്ററോളം എന്നുള്ള രൂപത്തിലാണ് നമുക്ക് അതിന് സിഗ്നൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ ആ നദിയുടെ ഉയരവും റോഡിൻ്റെ ഉയരവും നദിയും തമ്മിൽ ഏതാണ്ട് 10 മീറ്ററിൽ കൂടുതൽ ആ ഭാഗം തന്നെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വന്ന മൺകൂനയും ഈ റോഡിൽ നിന്നും ഗതാഗതം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എത്രയും പെട്ടെന്ന് അവിടുന്ന് ആ മണ്ണ് നീക്കിയിട്ടുള്ളത്. ആ മണ്ണ് നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ 15 മീറ്ററിന് മുകളിൽ അത് തന്നെയായി. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മറ്റേ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ചുള്ളൊരു ഇത് കിട്ടും എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടത്. ഇപ്പം എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ ആർമി സേന ഭാഗങ്ങളൊക്കെ പരിസരങ്ങളെ ക്ലിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മെറ്റൽ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ച് സെർച്ച് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താ വന്നതെന്ന് അറിയില്ല, രഞ്ജിത്ത് സാറിനോട് ചോദിക്കേണ്ടതുണ്ട്. അവസാന ഘട്ടത്തിൽ ഈ സമയത്താണ്. അപ്പോൾ നമ്മൾ പിന്നെ ഏതാണ്ട് ടൈം നമുക്ക് 7 മണി വരെയുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം നേരത്തെ ഇറങ്ങിയെന്ന് മാത്രം. ഇന്ന് കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ പോലീസുകാരെ തീർച്ചയായിട്ടും അഭിലാഷ്, ഇന്നത്തെ ഒരു പ്രധാന കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ, അതായത് ഇവരെല്ലാം സന്നദ്ധരായിട്ട് വന്ന, യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ വന്ന ആളുകളാണ്. ഇവർക്ക് നേരെ അല്ലെങ്കിൽ ഇവരെ അവിടെ പണിയെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾ ആ സ്പോട്ടിൽ അപ്പോഴുണ്ടായിരുന്നല്ലോ, എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മൊത്തം ആളുകളെ ഒഴിവാക്കണം, കേരളത്തിൽ നിന്നുള്ള വന്നിട്ടുള്ള മൊത്തം ആളുകളോട് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അതിന് നമ്മളെ ഓഫീസറായിട്ട് നമുക്ക് നിയന്ത്രിച്ചിരുന്ന ആൾ രഞ്ജിത്ത് സാറിനെ വരെ ഒരു കയ്യേറ്റത്തിലേക്ക് മാറാമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളൊക്കെ ഇടപെട്ടത് ഈ വിഷയത്തിൽ. അതിന് ഇവരെ ആവശ്യങ്ങൾ എന്തോ അലങ്കോലപ്പെടുത്തിയത് ഇത് പൂർണ്ണമായിട്ട് നിർത്താനാണോ എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഇന്നത്തോടുകൂടി വന്നു. ഇതിൻ്റെ ഒരു മൊത്തം വശം നേരത്തെ ഇപ്പോൾ ഈ പുഴേൻ്റെ ആയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഫസ്റ്റിൽ നമ്മൾ ഇതിൽ റഡാറിൽ കാര്യങ്ങളൊക്കെ ഇത് സൂചിപ്പിക്കുന്നതോടു കൂടി ഇവർക്ക് ഇവിടുന്ന് കിട്ടുമെന്നൊരു തോന്നൽ വരുമ്പോഴേക്കും മറ്റുള്ള ആളുകളോട് മാറ്റിയിട്ട് ഇവരെ ആളുകൾ മാത്രം ഇവിടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയെന്നാണോ? അത് അങ്ങനെ ഒരു സംഗതിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുണ്ട്. രണ്ടാമത് ഒരു ഈഗോ പ്രശ്നം മൊത്തത്തിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളോ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളോ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു ഭാഗം കൂടിയും ഇറങ്ങി പരിശോധിച്ച് അല്ലെങ്കിൽ അവിടെ മണ്ണ് മാറ്റി പരിശോധിക്കാൻ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും വേറെ നെഗറ്റീവ് വശം ഇതിൽ വരുന്നുണ്ട്. ആ ഇത് പരിശോധിക്കാതെ എന്തുകൊണ്ട് ഇവിടെ മണ്ണ് ആദ്യം കൊണ്ടുപോയി തട്ടി എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഇനി കിട്ടാൻ 90% അല്ലെങ്കിൽ 100% സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൂടിയിട്ടുള്ള പുഴയാണല്ലോ. ഈ മുകളിൽ നിന്ന് കൊണ്ടുപോയ മണ്ണ് തട്ടുന്ന സ്ഥലം, ഈ തട്ടിയ സ്ഥലം ഇതാണ്. ഇവർ ചെയ്യേണ്ടുന്ന പണി അതല്ലല്ലോ. ആദ്യം ഒരു രക്ഷാദൗത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മണ്ണും കാര്യങ്ങളും മാറ്റേണ്ടത് സുരക്ഷിതമായിട്ടുള്ള ഭാഗത്തേക്ക്, അറ്റ്ലീസ്റ്റ് റോഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് കുറച്ചൊരു ഭാഗത്തേക്ക് മാറ്റിക്കാണ്ട് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പോരുകയാണെങ്കിൽ പോലും ഇത്ര റിസ്ക് അവിടെ ഉണ്ടാവില്ല. ഈ ഭാഗത്തേക്ക് ഇനി 2ാം ഘട്ടം അങ്ങോട്ട് തെരച്ചിൽ മാറ്റണം എന്ന് പറയുമ്പോൾ ആ മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത പണിയൊക്കെ രണ്ടാമത് എടുക്കണം.
ഈ മാറ്റിയ മണ്ണുകളാണ് ഇനി മാറ്റേണ്ടത്. അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം റിസ്ക്കിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ റഡാറിൻ്റെ ഈ ഹൈറ്റും കാര്യങ്ങളും പറഞ്ഞ് 10 മീറ്റർ 15 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ സേനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അതിനുള്ള ഒരു പെർമിഷൻ ഇവിടുന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ റഡാർ സംവിധാനം ഫസ്റ്റിൽ ഇവർ കൊണ്ടുവന്നത് 2 മീറ്റർ 3 മീറ്റർ നോക്കാൻ പറ്റിയ പൈപ്പ് പൊട്ടിയാൽ നോക്കാൻ പറ്റുന്ന സാധനമാണത്. വല്ല പിന്നെ വയറിങ്ങിനോ വല്ല പൈപ്പിനോ കേബിളൊക്കെ റോട്ടിൽ കൂടെ പോണ കേബിളോ കാര്യങ്ങളോ പൊട്ടുണ്ടോ നോക്കുന്ന സാധനം 2 മീറ്റർ 3 മീറ്റർ. ഇത്രത്തോളം ഈ ഒരു കണ്ടെയ്നറും കാര്യങ്ങളും പോയ സ്ഥലത്ത്, ഈ ഒരു മലയും കുന്നും ഒന്നായിട്ട് ഇടിഞ്ഞു തരുന്ന സ്ഥലത്ത് ഈ സാധനം കൊണ്ട് തിരഞ്ഞാൽ എന്തെങ്കിലും കാണാം. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പോരെ. തീർച്ചയായും അത് രക്ഷാപ്രവർത്തകരുടെ പ്രതികരണം. ശ്രീധരൻ തുടരണം. നമുക്ക് കൂടുതൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ ചില കേരളത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ് എങ്കിൽ ശ്രീ വി വസീഫ്, ഇന്ന് നിസ്സഹായായ അമ്മയുടെ പ്രതികരണം ഹൃദയം തകർക്കുന്നതായിരുന്നു. അവരുടെ മകനെക്കുറിച്ച് അവൻ എന്ത് ചിന്തിക്കുകയായിരിക്കും, ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇനി അവൻ ഉണ്ടാകില്ല എന്നെനിക്ക് മനസ്സിലായി എന്നവർ പറയുന്നു. അവർക്കൊരു സംവിധാനത്തെയും വിശ്വാസമില്ല. ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ നടത്തിയ ഇടപെടലും സൈന്യം നടത്തിയ ഇടപെടലും മതിയാവുന്നതല്ല. അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് നിസ്സഹായയായ ഒരമ്മ നെഞ്ചു പൊട്ടി പറയുമ്പോൾ ഈ നാട് അതെങ്ങനെയാണ് കേൾക്കേണ്ടത്? അഭിലാഷ്, ഞാനിത് ഇന്നലെയും ഈ മറ്റൊരു ചാനലിൽ പറഞ്ഞപ്പോൾ സംസാരിച്ചിരുന്നു. വലിയ പ്രയാസമാണ് നമുക്ക് ഈ സമയത്ത്. രാഷ്ട്രീയം പറയുകയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ് എന്ന് കരുതരുത്. ഇന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു, അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. KC വേണുഗോപാലും അതുപോലെ തന്നെ കർണാടക സർക്കാർ മറുപടി പറയേണ്ടി വരും എന്ന് പറയുന്ന ഒരു വാചകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഏതൊരു മനുഷ്യനും, ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഈ സന്നദ്ധ സംഘടനകളുടെ പ്രതികരണങ്ങൾ നമ്മളൊക്കെ കേട്ടു. ഏതൊരാൾക്കും നമ്മളൊക്കെ നോക്കിക്കാണുമ്പോൾ 1, 2, 3, 4 ദിവസം എന്തായിരുന്നു അവിടെ നടന്നത്? ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ പോയവർ, അവിടെ ഉണ്ടായിരുന്നവർ ഒക്കെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സൈന്യം തന്നെ വന്നത് 6-ാം ദിവസമാണ്. അത് തന്നെ രാവിലെ വരും എന്ന് പറഞ്ഞു, രാവിലെ വന്നില്ല. 8 മണിക്ക് വരും, വന്നില്ല. 10 മണിക്ക് വരും, വന്നില്ല. 2:15 സൈന്യം അവിടെ എത്തിയത്. എത്തിയ സൈന്യത്തിന് തന്നെ ആവശ്യമുള്ള ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. നമ്മൾ ഈ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു റിസോഴ്സ് മൊബിലൈസേഷൻ ഒക്കെ പറയാറുണ്ടല്ലോ. ഈ ഗോൾഡൻ അവർ അതുപോലെ തന്നെ ഗോൾഡൻ ടൈമിലൊക്കെ ആവശ്യമായ സാധന സാമഗ്രികൾ ഇവർ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവരുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഉള്ള റഡാർ തന്നെ എത്ര മീറ്റർ താഴോട്ടേക്ക് എത്തുന്നതാ. അങ്ങനെ വേണ്ട ഒരു മുന്നൊരുക്കമൊന്നുമില്ലാതെ ഒരു അലംഭാവം ഈ തെരച്ചിലിൽ, ഈ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും മാധ്യമങ്ങളും ഒക്കെ ഇടപെട്ട് ഇതൊരു ചർച്ചയായി, ഇതൊരു വലിയ തലവേദനയായി അവർക്ക് വന്നതിൻ്റെ ശേഷം മാത്രമല്ലേ അവരൊന്ന് അനങ്ങിയത്. നോക്കൂ, നിങ്ങളൊരു മനുഷ്യജീവനുകൾക്ക് ഒരു വിലയുമില്ലല്ലോ. അർജുൻ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഇത് ഇത്രയും വന്നത്. അവിടെയുള്ള മനുഷ്യരും ഇതിനകത്ത് കുടുങ്ങിയിട്ടില്ലേ? ഇപ്പോൾ അർജുനോടൊപ്പം തന്നെ 2 പേരെ കൂടി കിട്ടാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഒരു വാഹനം ഉൾപ്പെടെ പോയിട്ട് അതിനകത്ത് പെട്ടുപോയിട്ട് അതിനാവശ്യമായ ഒരു തെരച്ചിൽ ഒന്നും അവിടെ നടന്നില്ല. ആദ്യ ദിവസമൊക്കെ ഒരു JCBയും ഒരു ലോറിയും ഒക്കെ വെച്ചാണ്, 2ാമത്തെ ദിവസം 2 JCB 2 ലോറി എന്നൊക്കെ അവിടുന്ന് തന്നെ പറയുക. ഇന്ന് രാവിലെയും ഒരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തത് 6 മണിക്ക് ഇവരവിടെ ചെന്ന സമയത്ത് തുടങ്ങും എന്ന് പറഞ്ഞ സമയം മുതൽ 7 മണി വരെ ഇവർ ആരും എത്തിയിട്ടില്ല. ഏതോ ഒരു JCB എങ്ങാണ്ടാണ് എത്തിയത് എന്നാണ് പറയുന്നത്. അത്രയും ഒരു താല്പര്യമില്ലാതെ, ഒരു ജാഗ്രതയില്ലാതെയാണ് ഈ വിഷയം അവർ കൈകാര്യം ചെയ്തത്. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടായിരുന്നില്ല എന്നുള്ളൊക്കെ ഒരു ആക്ഷേപമുണ്ട്. മനുഷ്യജീവനുകൾക്ക്, സാധാരണക്കാരന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കർണാടകയിലുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ സാഹചര്യത്തിൽ. ആ തരത്തിലേക്കാണ് ഇവരിതിനെ കൊണ്ടുപോയത്. ഇപ്പോഴും നമ്മൾ കണ്ടു, എങ്ങനെയെങ്കിലും അവിടുത്തെ വാർത്ത പുറത്ത് വരുമോ, അത് വരാതിരിക്കാൻ എന്തു ചെയ്യാം എന്നുള്ള ഒരു ജാഗ്രതയല്ലേ കാണിക്കുന്നത് അവർ. ആ ജാഗ്രത അവർ ഈ തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും കാണിക്കുന്നില്ലല്ലോ. ഇന്ന് ആ മനാഫ് തന്നെ പറഞ്ഞു, മനാഫിന് മർദ്ദനമേറ്റു കഴിഞ്ഞ ദിവസം കമ്മീഷണറിൽ നിന്ന്. ഇന്ന് നമ്മുടെ രഞ്ജിത്തിന്
ഈ മർദ്ദനമേറ്റു എന്നുള്ള വാർത്തകളല്ലേ വരുന്നത്. ഇവർക്കൊക്കെ ഏറ്റ അനുഭവങ്ങൾ, ഇവരോടൊക്കെ കാണിക്കുന്ന ഒരു സമീപനം ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഒരു കൂട്ടായ്മയോ ഒരു കോർഡിനേഷൻ ഒന്നുമില്ല, അതിനൊരു മേൽനോട്ടമില്ല. എന്തൊക്കെയോ നടക്കുന്നു, എവിടെയൊക്കെയോ തിരയുന്നു എന്നുള്ള തലത്തിലല്ലാതെ ആത്മാർത്ഥമായി ഒരു രക്ഷാപ്രവർത്തനം കർണാടകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആത്മാർത്ഥമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല എന്ന പരാതി 7ാമത്തെ ദിവസവും പറയേണ്ടി വരുന്നു എന്നുള്ളത് ഖേദകരമാണ്. ശ്രീ ജിൻഡോ ജോൺ ഉള്ളു പൊള്ളിക്കുന്നുണ്ട്. ആ അമ്മയുടെ വാക്കുകൾ സമൂഹത്തോട് മുഴുവനായിട്ടാണ് പറയുന്നത്. എൻ്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് 7 ദിവസമായി. 2 ദിവസം അവൻ്റെ ഫോൺ റിങ്ങിങ് ആയിരുന്നു. പക്ഷേ അവൻ ഇഞ്ചിഞ്ചായി മരണത്തിന് കീഴടങ്ങിയിരിക്കാമെന്നൊരു അമ്മ നെഞ്ചുപൊട്ടി പറയുകയാണ്. നോക്കൂ, 7ാമത്തെ ദിവസമായി ഇന്ന് പോലും മതിയായ ഉപകരണങ്ങൾ ഇല്ലാതെയാണ് അവിടെ സൈന്യം പോലും സെർച്ചിന് വന്നതെന്ന് അവിടെയുള്ള മലയാളികളായ രക്ഷാപ്രവർത്തകർ പറയുന്നു. അവർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ല. അവർ സ്വദേശപരമായി അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോയവരാണ്. അവർക്ക് മർദ്ദനമേൽക്കുന്നു, അവർ ആട്ടിയോടിക്കപ്പെടുന്നു, യഥാർത്ഥ സ്ഥലത്തല്ല, തിരയേണ്ട സ്ഥലത്തല്ല തിരയുന്നതെന്ന് അവർക്ക് പരാതി പറയേണ്ടി വരുന്നു. എന്താണ് ഈ അങ്കോലയിൽ ഇവിടെ നടക്കുന്നത്? അല്ല അഭിലാഷ്, ഇതിൽ ആ കുടുംബത്തിൻ്റെ സങ്കടത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും. അതിലൊന്നും ഒരാൾക്കും ഒരു വ്യത്യാസമില്ലല്ലോ, ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ നമ്മുടെ ആരുടെ കുടുംബത്തിൽ അങ്ങനെ വന്നാലും നമ്മളെല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്യുക, ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ വൈകാരികമായിട്ടുള്ള നിലപാടുകളൊക്കെ. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇതിലുള്ള പ്രശ്നം, മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത സർക്കാർ എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ പറയുന്നതിന് മുമ്പ് അവിടുത്തെ ഇന്ന് പോലും അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നമ്മൾ അവിടെ ഭരിക്കുന്ന സർക്കാരിനെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി സംസാരിക്കുന്നൊന്നല്ല എൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഒരു അലംഭാവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ സ്റ്റാൻഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലെ നമുക്ക് പരിചയമുള്ള ഒരാൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനപ്പുറം ഒരു മനുഷ്യനല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ പെട്ടിട്ടുണ്ട്. എത്ര ആൾ യഥാർത്ഥത്തിൽ അതിൽ പെട്ടിട്ടുണ്ടെന്ന് പോലും കൃത്യമായിട്ടൊരു കണക്ക് നമുക്കില്ല. വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു മല ഒന്നാകെ കുത്തി ഇടിഞ്ഞ് താഴേക്ക് വരികയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഉരുൾപൊട്ടൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തത്ര വലിയ ഒരു ദുരന്തം നടന്നിരിക്കുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ, കേരളത്തിലെ പല മാധ്യമപ്രവർത്തകരുടെയും റിപ്പോർട്ടിങ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ 1-2 ദിവസം ഇവിടെ ഇരുന്ന് പറഞ്ഞ റിപ്പോർട്ടിംഗ് പോലെയല്ല ഇന്നും ഇന്നലെയും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും അവിടുത്തെ രൂക്ഷമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ കുറിച്ച് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തക സംഘത്തെ, അല്ലെങ്കിൽ സൈന്യത്തെ, നേവിയെ, ഇവരെ എല്ലാവരെയും നമ്മൾ കുറ്റം പറയുമ്പോൾ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളും ഉപയോഗിക്കുന്നു, എന്നിട്ടും നമുക്കിത് പറ്റുന്നില്ല. അത് നമ്മളുടെ ചില പരിമിതികളായിരിക്കും, അതിനെ കൂടി ഉൾക്കൊള്ളണ്ടേ നമ്മൾ. ഇപ്പോൾ നമ്മൾ ഇതിനൊരു ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ ആണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൽ പൊളിറ്റിക്സ് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും കോഴിക്കോട് MP രാഘവൻ സാർ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കേരള സമൂഹം മുഴുവൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, സന്നദ്ധ പ്രവർത്തകരടക്കം. അത് നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ബോധത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ നാട്ടിലൊരു അപകടം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇടപെടുന്നു അതേ രീതിയിൽ തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്ത് നടന്നപ്പോഴും നമ്മൾ ഇടപെടുന്നത്. പക്ഷെ ഞാൻ അതിനപ്പുറത്തൊരു കാര്യം ചോദിക്കട്ടെ. കേരള ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു കോർഡിനേഷൻ, ഇപ്പോൾ അവിടെ രഞ്ജിത്ത് അടക്കമുള്ള ആളുകളെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ ലെറ്റർ കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്നുള്ളതിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ആക്ഷേപങ്ങൾ പറയുമ്പോൾ ഒരു ഒറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ തിരിച്ച് രാഷ്ട്രീയം പറയേണ്ട ഒരു ഗതികേടാണ് ഞാൻ എനിക്കൊക്കെ ഉള്ളത്. കാരണം നമ്മളൊന്നും അങ്ങനെ പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്രയും കാലമായിട്ട് കവളപ്പാറയിൽ നമുക്ക് 10-11 പേരെ കണ്ടെത്താനുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ എവിടെയായിരുന്നു? ഈ പെട്ടിമുടിയിൽ 4-5 പേരെ കണ്ടെത്താനുണ്ട്. ഉത്തരാഖണ്ഡ് തൊട്ട് ഈ രാജ്യത്തെ മുഴുവൻ ലാൻഡ് സൈഡിലും വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ, ഇപ്പോഴും 100 കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് കണ്ടെത്തപ്പെടാതെ പോയിട്ടുണ്ട്. അത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുടെ ഒരു പരിമിതിയായിട്ടോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ കുറവായിട്ടോ പറയുമ്പോൾ തന്നെ ഇത് മനുഷ്യരെന്നുള്ളതിൽ നമ്മുടെ ചില പരിമിതികൾ കൂടിയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് വൈകാരികമായിട്ട് ഇതിനെ മുഴുവൻ വേറെ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശരിയായ നിലപാടല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ബിജു കക്കയം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ശ്രീ ബിജു കക്കയം, അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയുണ്ട്, വസ്തുതയാണ്. നമ്മളിവിടെ വൈകാരികമായി ഈ കാര്യങ്ങളെ കാണുന്നതാണോ പ്രശ്നം? കാര്യങ്ങളെല്ലാം അവിടെ ഇൻടാക്റ്റ് ആണോ? എല്ലാം എന്താണോ നടക്കേണ്ടത് അതേമാതിരി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നോ ഈ ദിവസങ്ങളിലൊക്കെ? നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഈ 3 ദിവസങ്ങളായി നമ്മളിവിടെ ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സംശയങ്ങളുണ്ട്.
എന്നാൽ 2 ദിവസമായി കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൻ്റേതായ റൂട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളേതൊരു ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ സംവിധാനങ്ങളാണോ ഉള്ളത് ആ സംവിധാനത്തോടൊപ്പം ഒരുപോലെ സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ നമുക്കൊക്കെ ഒന്ന് അവിടുത്തെ സ്ഥലപരിമിതികൾ ആണ് ഒന്ന്, പിന്നെ അതിനൊരു സോയിലിംഗ് നടന്നിട്ടുള്ള ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുള്ള ഒരു സ്ഥലമെന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ആദ്യം അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ടാണ് അങ്ങനെയൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അവർ പോയത്. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മളെന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ഇതിലേക്ക് പോകാമായിരുന്നു. ഇത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും ഉരുൾ പൊട്ടിയ സ്ഥലങ്ങളിൽ ഇപ്പം പുത്തുമലയിലാണെങ്കിലും അതുപോലെ കവളപ്പാറയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു ഫ്ലാഷിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു ബോംബ് പൊട്ടിയതുപോലെ ഉള്ള ഒരു സംഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇത് പിന്നെ ഒരു ഡാം പോലെ അവിടെ രൂപാന്തരപ്പെടുകയും ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടാവാം. അതിൽ വെള്ളം മുകളിൽ നിന്ന് ഉറവയായി വെള്ളം വന്ന് കെട്ടി നിൽക്കുകയും അത് പതുക്കെ നനഞ്ഞ് കുതിർന്നിറങ്ങിയിട്ട് മൊത്തത്തിൽ ഒരു ഫ്ലാഷിംഗ് ആണ് നടന്നിട്ടുള്ളത് അവിടെ നമുക്ക് കാണുന്നത്. കാരണം നമ്മൾ ഈ റോഡിന് നല്ല വീതിയുള്ള റോഡാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസർവോയർ ഉണ്ട്, പുഴയുടെ റിസർവോയർ ഉണ്ട്. അത് നല്ല ഹൈറ്റിലാണ്. അതിന് കഴിഞ്ഞിട്ട് ഒരു 500 മീറ്ററിനേക്കാൾ കൂടുതലുണ്ടാകും പുഴയുടെ വീതി. അത് കഴിഞ്ഞിട്ടാണ് ഒരു 6ഓളം വീടുകളുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള വീടുകൾ തുടച്ച് അവിടെ ഒരു തറകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം തീർച്ചയായും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അത് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇതിനെ മാറ്റി അതിനനുസരിച്ച് ഇതിനെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾക്ക് പറയാനും അതൊരു കോർഡിനേഷൻ. അവിടെ ഇപ്പം സേന വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്നതുകൊണ്ടോ ഇതൊന്നും നടക്കില്ല. കാരണം എല്ലാ വിഭാഗം ആളുകളും അവിടുത്തെ മിഷനറിയും അതുപോലെ തന്നെ സർക്കാർ എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഏതൊരു മിഷനാണെങ്കിലും അത് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടക്കാം. പല സമയങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുള്ള അല്ലെ കണ്ടിട്ടുള്ളത് വലിയ പ്രയാസങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നൊക്കെ ആളുകൾ ഇങ്ങനെ വാർത്തകൾ വന്നു തുടങ്ങിയതിന് ശേഷം അവിടെ എല്ലാവരും മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. നല്ല ആളുകളാണ്. അപ്പോൾ അവരെല്ലാം നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ട്. ഇന്നൊക്കെ ഒരുപാട് ആളുകൾ ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം നമുക്ക് തീരെ ഒരു വെള്ളം പോലും കിട്ടുന്ന ഒരവസ്ഥയായിരുന്നില്ല. ഇതൊന്നും കുറ്റപ്പെടുത്തുകയല്ല, അവിടുത്തെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അവിടെ എപ്പോഴും ഇതേപോലെ തന്നെ അപ്പുറത്തൊക്കെ ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ആ റോഡ് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറേ അശാസ്ത്രീയത അതിലുള്ളത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പല ആംഗിൾ ആ കാര്യത്തിലുണ്ട്. ഷാരുൺ ഭാസ്കർ സുരക്ഷാ വിദഗ്ധനാണ്. ഷാരുൺ ഭാസ്കർ, ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പകൽ ഏതാണ്ട് കണ്ടെത്തുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയൊക്കെ വന്നു. പക്ഷേ ഇല്ല എന്ന് മാത്രമല്ല, ഇത് നദിയിലാണെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നദിയിലാണ് എങ്കിൽ കുത്തൊഴുക്കുള്ള നദി എന്ന ഒരു കാര്യം, ഒരു വലിയ മല തന്നെ നദിയിലേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അത് 30 അടിയോളം വ്യാപ്തിയിൽ ആ നദിയിൽ കിടക്കുകയാണെന്നത് മറ്റൊരു കാര്യം. ഇനിയുള്ള കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ദുഷ്കരമാണോ? ഓക്കെ, തീർച്ചയായും. ഞാൻ സുരക്ഷാ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിലാണ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഓഫീസറാണ്. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പുഴയിലുള്ള സെർച്ച് വളരെ ബുദ്ധിമുട്ടാവും. കാരണം അത്രയും എക്സ്കവേഷൻ, അണ്ടർ വാട്ടർ എക്സ്കവേഷൻ ഒക്കെ ചെയ്യണം, ഡ്രഡ്ജിങ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണ് ഇനി ചെയ്യേണ്ടി വരുന്നത്. നോർമലി ഒരു ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരാളിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ബോഡി എടുക്കുക എന്നൊക്കെ പറഞ്ഞത് പല ഡയറക്ഷൻ നമുക്ക് കിട്ടും. നമുക്ക് സാധാരണ ഞങ്ങളൊക്കെ നിലമ്പൂർ, കവളപ്പാറയും പെട്ടിമുടിയിലൊക്കെ പല സ്ഥലത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വീട് അല്ലെങ്കിൽ ഒരു ആളുടെ വാഹനം ആ കണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ സംശയിക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് മുകളിൽ തൊട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അവിടുന്ന് ബോട്ടം താഴെ അറ്റം വരെ നമ്മൾ സെർച്ച് ചെയ്യും.
അപ്പോൾ അത് ആ പൊസിഷനിൽ നിന്ന് അല്ലെ വീട് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പൊസിഷനിൽ നിന്ന് അപ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ബോഡി അല്ലെങ്കിൽ ആളിനെ കിട്ടിയിട്ടുണ്ട്. 100 മീറ്റർ താഴെ കിട്ടിയിട്ടുണ്ട്, 1/2 കിലോമീറ്റർ താഴെ കിട്ടിയിട്ടുണ്ട്. ഒരു ഒഴുക്കുള്ള സ്ഥലമാണെങ്കിൽ 1 കിലോമീറ്റർ വരെ താഴെ ഒഴുകി പോയി അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. പുത്തുമലയിലൊക്കെ അങ്ങനെയാണ് കിട്ടിയത്. പുഴയുണ്ടായതുകൊണ്ട് ഒഴുകി താഴെയൊക്കെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടിമുടിയിലും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ 1-2 കേസുണ്ട്. കവളപ്പാറയിലൊക്കെ മൊത്തം മണ്ണിനടിയിൽ തന്നെ കൂടുതലും കിട്ടി. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. പിന്നെ പല ഇഷ്യൂസാണിത്. ഇപ്പോൾ ഒഴുകി പോകുന്ന ബോഡി, വെള്ളത്തിലൂടെ പോകുന്ന ബോഡി ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ബോഡി അല്ലെ ആളാണെങ്കിൽ അത് ഒഴുക്കിൽപ്പെട്ട് പോവാം. മണ്ണിനടിയിൽ തള്ളയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് ലാൻഡ് സ്ലൈഡിൻ്റെ പാത്തും ഡയറക്ഷൻ, അതിൻ്റെ സ്പീഡ്, വെലോസിറ്റിയൊക്കെ വെച്ചിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പാത്തിൽ ഡയറക്റ്റ് വരുവാണെങ്കിൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തൊട്ട് സിസ്റ്റമാറ്റിക്കായിട്ട്, ഞാൻ ഇപ്പോൾ ആരെയും അവരെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ ശരിയല്ല. പക്ഷേ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. അവർ ലാൻഡ് സൈഡ് ഏരിയ ഞങ്ങൾ ചെയ്യുമ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഞങ്ങൾ ഒരുപാട്, ഇപ്പോൾ നമുക്കറിയാം കവളപ്പാറയിൽ 48 പേരുടെ ബോഡി നമ്മൾ എടുത്തതാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ അവിടെ ഒരു 10 ബോഡിയെങ്കിലും 10 ആൾക്കാരെങ്കിലും കണ്ടുപിടിക്കുന്നത് ആ നാട്ടുകാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. അത് നമ്മോട് പറയുകയും ചെയ്തു. പക്ഷേ 48 പേരെ ഞങ്ങൾ വീണ്ടെടുത്തു മണ്ണിനടിയിൽ. പെട്ടിമുടിയിൽ 82 പേര് പോയതിൽ 66 പേരെയും എടുത്തു. അപ്പോൾ അവസാനം നമുക്ക് കിട്ടാതെ പോയ ആൾക്കാരെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒഴുകി പോയതാണ്, ഒലിച്ചു പോകുന്ന ദിവസം വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോൾ ബോഡി പാർട്ടായിട്ട് മുറിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ബോഡി ഡീക്കേ ആവും, വെള്ളത്തിൽ കിടക്കുന്ന ബോഡി അല്ലെങ്കിൽ പാർട്സ് പീസായിട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ബോഡികൾ. ഒരു 5-6 ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് നമുക്ക് അവിടെ കിട്ടാതെ പോയ ആൾക്കാർ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ആ രീതി നമ്മൾ അവിടെയൊക്കെ അപ്രോച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ആ സൈഡിലെത്തിയിട്ട് ആ നാട്ടുകാരോടും തൊട്ടടുത്ത ആൾക്കാരോടൊക്കെ ഒരു ഐഡിയ, ഒരു സിറ്റുവേഷൻ സൈസപ്പ് ചെയ്യും. കാരണം ആരൊക്കെ എവിടെയൊക്കെ പോയി, അതൊക്കെയാണ് ഒരു പ്രൈമറി സെർച്ച് നടത്തും. കാണുമ്പോൾ എവിടെയെങ്കിലും ആൾക്കാരെയൊക്കെ ഉണ്ടോ വിസിബിളായിട്ടൊരു കുറേ നടത്തിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യും. പിന്നെ ഒരു ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം സെറ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു കമാൻഡർ, ഒരു ഓഫീസർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ അണ്ടറിൽ കുറേ ടീമുകളെ നമ്മൾ ഡിപ്ലോയ് ചെയ്യും. എന്നിട്ട് അതിനാവശ്യ ഉപകരണങ്ങൾ, ഇപ്പോൾ എത്ര എക്സ്കവേറ്റേഴ്സ്, എർത്ത് മൂവേഴ്സ് എത്ര എണ്ണം വേണം, എത്ര ഏരിയ ഉണ്ട്, ഇപ്പോൾ 100 കണക്കിന് ഏക്കറാണ് ഒരേ സമയം പോയിരിക്കുന്നത്. അപ്പോൾ എത്ര ഒരു ഹിറ്റാച്ചി അല്ല JCB എർത്ത് മൂവേഴ്സ് ചിലപ്പോൾ 2, 3 അല്ല ചിലപ്പോൾ 10 എണ്ണം, 15 എണ്ണം, 20 എണ്ണമൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് എത്ര എണ്ണം വേണം എന്നുള്ളത് അതിന് ഓരോന്നിനും നമ്മൾ ടീമിനെ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 20 എർത്ത് മൂവർ വേണം. അപ്പോൾ അതിനനുസരിച്ച് 20 എണ്ണത്തിൽ ഓരോ ടീമിന് ഒരു ഓഫീസർ ഉൾപ്പെടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഓരോ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് സെർച്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ പോസിബിളായിട്ടുള്ള വീട് എവിടെയൊക്കെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉള്ളാനുള്ള ചാൻസ് ഉള്ള ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് നേരെ താഴെ അറ്റം വരെ സെർച്ച് ചെയ്യും. എന്നിട്ട് ഈ സെർച്ച് ചെയ്യുമ്പോൾ പല സെക്ടറായി ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ വീഴുന്ന മണ്ണ്, ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഈ എടുത്തിടുന്ന മണ്ണ് വീണിട്ട് അവിടെ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ ആ മണ്ണ് വീണ സ്ഥലത്ത് വീണ്ടും സെർച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആ മണ്ണ് എടുത്തിട്ടത് നേരെ മുകളിൽ തന്നെ സെർച്ച് ചെയ്ത് അങ്ങോട്ട് തന്നെ മാറ്റിയിടും. അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ആ മണ്ണ് കുഴിച്ചെടുത്ത് ആ സ്ഥലത്ത് തന്നെ തിരിച്ചിരുന്ന രീതിയിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരിക്കലും മണ്ണ് വീണിട്ട് ആ സ്ഥലത്ത് വീണ്ടും നോക്കേണ്ടി വന്നിട്ടില്ല, അത് സെർച്ച് ചെയ്യാത്ത സ്ഥലമായി മാറിപ്പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യും. അപ്പോൾ അങ്ങനെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, എല്ലാ ടീമും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പുറത്തുള്ള ഒരു ഫോഴ്സിനെ വിളിക്കാതെയാണ് നമ്മൾ ഇത്ര റെസ്ക്യൂ ഓപ്പറേഷൻ ഇവിടെ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ 1-2 കാര്യം കൂടെ പറയാം. ലിമിറ്റേഷൻ ഇവിടെ പറഞ്ഞ ശരിയാണ്, നമ്മുടെ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ സിഗ്നൽ കിട്ടി സെർച്ച് നടന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് GPR റഡാർ എന്ന് പറയുന്ന സിസ്റ്റം, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്ന സംവിധാനം, അത് നോർമലി ഈ അണ്ടർഗ്രൗണ്ടിലുള്ള വസ്തുക്കളെ ഇമേജ് കിട്ടാനുള്ള സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് ആണ്. ഈ റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ സാൾട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ക്ലേ ഉള്ള വാട്ടർ, ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള വാട്ടറിൽ അല്ലെങ്കിൽ ചെളിയുള്ള സ്ഥലത്ത് ഇത് പോവില്ല, താഴേക്ക് പോവില്ല. അതുകൊണ്ട് അതിൻ്റെ സിഗ്നലുകൾ നമുക്ക് കിട്ടില്ല. കാരണം അതിന് 30 മീറ്റർ താഴെ ഉള്ള വസ്തുക്കളെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ ആ മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള സോയിലാണ്, സാൾട്ട് കണ്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലേ ഉണ്ട്, മഡ്, അങ്ങനെയുള്ള സോയിലിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ഇമേജ് ചിലപ്പം റഡാറിൻ്റെ സിഗ്നൽസ്, റേഡിയോ വേവ്സ് 30 മീറ്ററിന് വരെ 3 മീറ്റർ പോലും താഴെ ചിലപ്പോൾ പോകാറില്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് ബോഡിയുടെ ഇമേജ് അല്ലെങ്കിൽ ആളുടെ ഇമേജ് കിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞ് മെറ്റൽ ഡിറ്റക്ടർ പറഞ്ഞു. മെറ്റൽ ഡിറ്റക്ടർ ആയാലും അതിന് ഭൂമിക്കടിയിലുള്ള എല്ലാ മെറ്റലിനെയും ഡിറ്റക്ട് ചെയ്യും. പാറയിലുള്ള സാധനങ്ങളുണ്ടാവാം, പിന്നെ മറ്റ് കണ്ടാമിനേഷൻ, സാൾട്ട് പോലുള്ള കണ്ടാമിനേഷൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുള്ള പല സാധനങ്ങളും ഇൻ്റർഫിയർ ചെയ്യുന്നുള്ളതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ മെറ്റലിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഫീൽഡും തമ്മിലുള്ള ഇൻ്റർഫിയറൻസ് വരുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആയാലും ഇത് വരും. അപ്പോൾ അങ്ങനെ ടെക്നോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരു ധാരണ പറയാൻ നിർത്താം. കവളപ്പാറ നിലമ്പൂരിൽ ഇതേപോലെ തന്നെ GPR റഡാർ എന്ന സംവിധാനം നാഷണൽ ജിയോ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിൽ
അവരൊരു 2 റഡാർ GPS റഡാർ കൊണ്ടുവന്നിട്ട് ഒരു ഫുൾ ഡേ സെർച്ച് ചെയ്തിട്ടും ഒരു ആളെ പോലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ ദിവസം തന്നെ ഞങ്ങൾ മാനുവലായിട്ട് ഫിസിക്കൽ സെർച്ച് നടത്തി. എന്നുവെച്ചാൽ എർത്ത് മൂവേഴ്സ് ഉൾപ്പെടെ നമ്മുടെ ഓഫീസേഴ്സ് ടീമും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും വോളണ്ടിയർ ടീമും കൂടെ ചേർത്ത് ഒരു 6 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. അതേ ദിവസം 6 പേരെ എടുത്ത സമയത്ത് ഈ റഡാർ ടീമിന് ഒരാളിനെ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയുള്ള ടെക്നോളജി സിഗ്നലിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ മാനുവലായിട്ട് എൻ്റെ ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായും കിട്ടിയില്ലെങ്കിൽ ആ ഏരിയ ഫുള്ള് കവർ ചെയ്യും. നമ്മുടെ രക്ഷാപ്രവർത്തകരും അവിടെയുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി ശ്രീധരനിലേക്ക് പോകാം. ശ്രീധരൻ, ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നിപ്പോൾ രാത്രിയായപ്പോൾ സെർച്ചിങ് അവസാനിപ്പിച്ചു, നാളെ രാവിലെ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. സൈന്യം ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ MLA സ്ഥിരീകരിക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ കൺഫർമേഷൻ വരാനുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരുടെ പ്ലാൻ എന്താണ്? അവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ശ്രീധരൻ പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. എന്തെങ്കിലും അവിടുത്തെ സാങ്കേതിക തകരാറാണെങ്കിൽ അത് പരിഹരിക്കാം. ശ്രീധരൻ അവിടെ ഗ്രൗണ്ടിൽ രക്ഷാപ്രവർത്തകരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ 8ാമത്തെ ദിവസമാണ്. നാളെ നദി കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുക. അപ്പോൾ എത്രമാത്രം ഓക്കെ അതിലേക്ക് ശ്രീധരൻ. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെ ഓലെ നിർദ്ദേശം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കും. ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് തരുന്ന ആളുകൾ, ഇവർക്ക് അലോഡ് തന്ന ആളുകളുണ്ടല്ലോ, അവരെ ഒരു പരിഗണിക്കുക, അവരെ മാനിക്കുക. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൂ. മാൻ പവറിൽ കാര്യമായിട്ട് അവിടെ ഒന്നും ഇനി ചെയ്യാനില്ല. ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ സേനൻ്റെ ഒരു പിന്മാറ്റം എന്ന് പറഞ്ഞു. ഈ സേനൻ്റെ പിന്മാറ്റം കൊണ്ട് എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് സഹകരിച്ച് അത്രത്തോളം ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ നാവികസേന, കരസേന, ഞങ്ങളെന്ന് ഉദ്ദേശം എല്ലാവരും ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഒരാൾ പേരെടുത്ത് ഞങ്ങൾ ഒരാൾ എന്നുള്ള അല്ല പറഞ്ഞു. അപ്പൊ നമ്മളെ പുറത്ത് വന്ന ഉദ്യോഗസ്ഥരും അത്രത്തോളം ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ഇവർക്ക് തെരയാനുള്ള ഒരു എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഇതൊന്നും അവിടെ അനുവദിച്ചിട്ടില്ല, അവർക്ക് അലോഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ വെച്ചാല് ഫസ്റ്റിൽ വന്നതും ചെറിയ ഒരു 3 മീറ്റർ പരിശോധിക്കാനുള്ള റഡാർ സംവിധാനം, അത് കഴിഞ്ഞ് വന്ന ഈ 10 മീറ്റർ 15 മീറ്റർ എന്ന് പറഞ്ഞതും പുറത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് MLA ഇടപെടലുകളും മറ്റുള്ള ഇടപെടലുകളും വന്നിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള എന്തെല്ലാം തരുന്ന എന്തെല്ലാം സൗകര്യങ്ങളുള്ള നാടാണ് നമ്മളത്. എന്തെല്ലാം ഫെസിലിറ്റീസ് ഇന്ന് നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യജീവൻ അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകളെ കണ്ടെത്താൻ ഇങ്ങനെ ഒരു സംഗതി യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എവിടേക്കാ പോകണമെന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അതായത് ആ ഒരു ഇത് പിന്നെ സൈന്യത്തിന്റെ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ യൂസ് ചെയ്തിരുന്നത്. അവരുടെ സഹായം തേടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അതല്ലേ ഇവിടെ ഉയർത്തി കാണിക്കേണ്ടത്, അതല്ലേ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പരമാവധി നമ്മൾ പിന്നെ മറ്റുള്ള മാൻ പവറിൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ ഈ മലയാളികൾ പിന്നെ എന്താ പറയാ സഹായം ചോദിച്ചാൽ ജീവൻ കൊടുക്കുന്ന ആളുകൾ. ഇത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാൻ നാടിന്ന് പിന്നെ എത്രത്തോളം റിസ്ക് എടുത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ പൂർണ്ണ സമയങ്ങളിൽ വയല് തോളെന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലാ മേഖല കൊണ്ടും 1 കഴിഞ്ഞ് 2, 3, 4, 5 ടോള് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. ഇതൊന്നും ഞങ്ങളും പ്രതീക്ഷിക്കാണ്ടല്ല. ഒരു പരിധി വരെയൊക്കെ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതൊക്കെ കൊടുത്തിക്കാണ്ട് ഇത്തരം സെറ്റപ്പും കാര്യങ്ങളും ഈ വാങ്ങി വെക്കണതിന്റെ ഒരു ചെറിയൊരു അംശം തന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെലവഴിച്ചാൽ ഇതിലൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഒന്ന് ഈ ഒരു കുടുംബത്തോട് അതല്ലെങ്കിൽ ഈ ഒരു നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനല്ല, അങ്ങനെ ഉറപ്പിച്ച് പറയല്ല എങ്കിലും ആ ഒരു കുടുംബത്തോട് മാപ്പ് എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ 1% ഇതിൽ തൃപ്തരല്ല. ഒരു 3 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിക്കേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ പുഴയിൽ തരിക എന്നുള്ള സംഗതി പറഞ്ഞു. പുഴയിൽ ഇനി ഏത് തരത്തിലാണ് ഇവർ തരിക എന്നുള്ള ഇവർ പറയട്ടെ. പുഴയിൽ മണ്ണും കാര്യങ്ങളും ഫില്ലായിട്ടുണ്ട്. അതിൽ തരണമെങ്കിലും വേണ്ട ഈ റഡാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളുമായി യൂസ് ചെയ്താണ്ടല്ലാതെ അവിടെ തരയില്ല. ഇന്നിപ്പോ റെസ്ക്യൂ ടീമുകളിൽ ക്യൂബ ടീം ചെയ്യണേ, അതായത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിക്കാണ്ട് മുങ്ങിക്കാണ്ട് ചെയ്യുന്ന ടീമുകൾ അവിടെ വന്നിട്ടുണ്ട്. നമ്മളെ മുക്കം ഭാഗത്തു നിന്നുള്ള ടീമുകളും ഞങ്ങളെ പിന്നെ റെസ്ക്യൂ ഇതിന് പിന്നെ ട്രെയിനിങ് തന്നതിന് ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. അതായത് ഞങ്ങളെ ആളുകൾക്ക് ഇതിൽ പോരാൻ പറ്റാത്ത ആളുകൾ ആ കൂട്ടത്തിൽ പോന്നിട്ടുണ്ട്.
അപ്പം ഇവർക്ക് ഇവിടെ വന്നുകാണ്ട് ആ കലക്കവെള്ളത്തിൽ നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ അതിന് അലോടും കൊടുക്കണില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇതിന് അവസരം കൊടുത്താലല്ലേ നമുക്ക് ആ ചോയ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതും കിട്ടിയിട്ടില്ല അവിടെ. അങ്ങനത്തെ ഒന്നും ഇല്ല. ഇനിയിപ്പോ നാളെ തരാന്ന് പറഞ്ഞാൽ ഈ റോഡ് ചുറ്റിക്കാണ്ട് ഇതിൽ കൂടെ അങ്ങനെ നടക്കാൻ അതിനിപ്പോ ഒരു മാത്രം മതി. ഈ ഒരു ഷോ വർക്കിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. നമുക്ക് വേണ്ടത് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഇന്നിപ്പോ ലാസ്റ്റ് ടൈമിൽ അവിടെ സമയം കഴിയുന്നതിന് മുമ്പ് ഇന്ന് ഉച്ച മുതൽ ഇന്നലെ വൈകുന്നേരത്തിന്റെ ശേഷം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയി. എന്തായാലും പിന്നെ ജീവൻ ഉണ്ടായിക്കാണ്ടോ അല്ലെങ്കിലായിട്ടും ഇതിനൊരു അന്ത്യം വേണമല്ലോ. അതോടുകൂടിയല്ല ഇപ്പൊ ഈ ഒരു കുടുംബത്തിനും അത് ഒരു 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് ഇതിന് ഒന്നും മറക്കാനോ പൊറുക്കാനോ ചിലപ്പോൾ എല്ലാം ഒന്നും കഴിഞ്ഞോളന്നില്ല. എങ്കിലും ഇതിന്റെ ഒരു മാറ്റം വന്നേന്നെ ഇതിൽ കിട്ടിയിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇത് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഫെസിലിറ്റീസ് ആയാലും ഇനി യൂസ് ചെയ്തെങ്കിലല്ലേ അതൊക്കെ കിട്ടാനുള്ളൂ. എന്തെങ്കിലും മറച്ചു വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ താഴെ ഭാഗത്ത് പറഞ്ഞ മണ്ണിട്ട് മൂടിയ സ്ഥലം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ ഈ ഒരു മലയാളി ഈ കൂട്ടത്തിൽ പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ച പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ നമ്മുടെ ഈ ഇതിന്റെ മുന്നിലേക്ക് മറ്റുള്ളവരെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. നാളെ നിങ്ങളിപ്പോ എന്താ നിങ്ങളുടെ ഒരു തീരുമാനം ഒക്കെ ആയോ? ശരിക്കും ഞങ്ങൾ പോക്ക് തീരുമാനിച്ചിട്ടില്ല. ഇനി ഒന്ന് ഞങ്ങൾ ഏതായാലും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ പിന്നെ രഞ്ജിത് സാറൊക്കെ ഉണ്ടല്ലോ, അവരായിട്ടൊന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, എന്താണ് ഞങ്ങൾ വേണ്ടത്, ഞങ്ങൾ എന്ത് നിലപാട് എടുക്കേണ്ടത് അവർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ പോയിട്ട് റൂമിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി സെറ്റായിട്ട് ഇപ്പൊ പക്ക ടയേർഡാണ്. റൂമിലൊക്കെ പോയിട്ട് കാര്യങ്ങൾ ഞങ്ങളൊന്ന് കൂടട്ടെ. അതേപോലെ ഞങ്ങളെ പിന്നെ ഞങ്ങളെ നിയന്ത്രിച്ചിരുന്ന ടീം ഉണ്ടല്ലോ, അവരോട് കൂടി ഒന്ന് നോക്കട്ടെ. ഇവിടെ ഉള്ള ബാക്കിയുള്ള റെസ്ക്യൂ ടീമുകളൊക്കെ ടൈപ്പുള്ളത് തന്നെ. എല്ലാവർക്കും വേണ്ടത് ഒന്നാണ്, പരിധിയിലേറെ ആളുകൾ അവിടെ നിന്നിട്ട് മാൻ പവറിലൊന്നും ചെയ്യാനില്ല, ചെയ്യേണ്ട ആളുകൾ നിന്നാൽ മതി. അതാണ് രക്ഷാപ്രവർത്തകരുടെ നിലപാട്. തീർച്ചയായും നമുക്ക് കേട്ടാൽ സങ്കടം വരുന്ന ചില കാര്യങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഇവിടെ ശ്രീ വസീഫ് സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഉണ്ടായ അപകടം എന്ന് പറയുന്നത് വലിയ ഒരു അപകടമാണ്. സാധാരണ ഒരു ലാൻഡ് സ്ലൈഡ് അല്ല, ചെറിയൊരു ഉരുൾപൊട്ടലല്ല, മറിച്ച് ഒരു കുന്ന് ഒന്നാകെ ഇടിഞ്ഞ് ഒരു റോഡിലേക്കും പിന്നെ നദിയിലേക്കും വീണ ഒരു വലിയ അപകടമാണ്. നേരത്തെ ഒരു രക്ഷാപ്രവർത്തകൻ തന്നെ ആ അപകടത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തകർ സംവിധാനമില്ലായ്മയെക്കുറിച്ച് പരിതപിക്കുന്നുണ്ട്. വെറുതെ അവിടെ റോന്ത് ചുറ്റാനായിട്ട് ആളുകൾ വേണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് സങ്കടകരമാണ്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സംസ്ഥാന സർക്കാരിന് വേറൊരു സംസ്ഥാനത്താണെങ്കിൽ പോലും എന്തുമാത്രം കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അഭിലാഷ്, ഇവിടെ നമുക്കറിയാം ഈ ചൊവ്വാഴ്ച ഇത് സംഭവിച്ച് ബുധൻ വ്യാഴാഴ്ച ഉച്ചയോട് കൂടിയാണ് ഇതിൻ്റെ വാർത്തകളൊക്കെ നമ്മളൊക്കെ അറിയുന്നത്. ആ അറിഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ കത്തും മുഖ്യമന്ത്രിയുടെ ഇടപെടലും ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തലും ഈ കർണാടക മുഖ്യമന്ത്രിയൊക്കെ ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എത്ര വലിയ അപകടമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, ചെയ്യാൻ പറ്റാത്തതുണ്ടാകും. ഓക്കെ, ശരി തന്നെ. പക്ഷെ ഒരു ശ്രമമുണ്ടല്ലോ അഭിലാഷേ. ഈ 1, 2, 3 തീയതികളിൽ 4 ദിവസങ്ങളിൽ നാലാം ദിവസം പകുതിയോടുകൂടിയാണ് ഏകദേശം കുറച്ചെങ്കിലും ഒരു പ്രവർത്തനം ജനങ്ങൾക്ക്, ഈ മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തെരച്ചിലെങ്കിലും ആരംഭിക്കുന്നത്. എന്തേ അങ്ങനെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ആരോ ആവട്ടെ, ഇപ്പോൾ അർജുൻ ഇല്ലെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് എന്നെപ്പോലെ ഏതെങ്കിലും പ്രത്യേക നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. ഒരുവിധം എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറയുകയാണല്ലോ അവിടെ ഇങ്ങനെ ഒരു അലംഭാവം ഉണ്ടായി എന്നുള്ളത്. ഇവിടെ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കേരള മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു, ഇടപെടുന്നുണ്ട്. അവിടെയുള്ള കലക്ടർ, അവിടെയുള്ള കമ്മീഷണർ ഉൾപ്പെടെ പറയുകയാണ് കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെക്കുറിച്ചും അവർ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനുള്ള ശ്രമമുണ്ട് എന്നൊക്കെ പറയുകയാണ്. കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ചാനലുകളിൽ തന്നെ വന്ന് പറഞ്ഞു, അവിടെയുള്ള കലക്ടറുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള ഫോട്ടോസ് അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മറ്റൊരു സംസ്ഥാനമല്ലേ, മറ്റൊരു സംസ്ഥാനത്ത് പോയി ചെയ്യുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ ആ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായും അവരുടെ അധികാരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഇടപെടുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട്. എന്നിട്ടും അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റും കേരളത്തിലെ രക്ഷാപ്രവർത്തകരും ഒക്കെ പോയി ഇടപെടുന്നത്. നോക്കൂ നിങ്ങൾ, ഈ രഞ്ജിത്തിനെയും മനാഫിനെയും, ലോറി ഉടമയാണ് മനാഫ്, ആ സംഭവിച്ച ഉടനെ തന്നെ അവിടെ എത്തി. അദ്ദേഹത്തിന് ഏറെക്കുറെ ഈ കാര്യങ്ങളും ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്. ഒന്ന് കേൾക്കാൻ പോലും, ഇപ്പോൾ നേരത്തെ സേഫ്റ്റി വിദഗ്ധർ പറഞ്ഞല്ലോ, ആ സാഹചര്യങ്ങളോ ആ പ്രദേശമൊക്കെ മനസ്സിലാക്കുമെന്ന്. ഈ മനാഫിനെയൊന്നും കേൾക്കാൻ പോലും ഒരു തയ്യാറായില്ല എന്ന് മാത്രമല്ല, കമ്മീഷണർ മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്.
അതേ കമ്മീഷണർ, അതേ ഉദ്യോഗസ്ഥർ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലും പുറത്ത് സംസ്ഥാനങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ ഈ നേതൃത്വം കൊടുക്കുന്ന ഈ രംഗത്തെ ഒരു വിദഗ്ധനായി കാണുന്ന ആ മനുഷ്യനെ പോലും മർദ്ദിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഇതുമായി ഒരു ആത്മാർത്ഥത കുറവ് എല്ലാ രംഗത്തും നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ മാത്രമല്ല എല്ലാവരും പറയുകയാണ്, ഇത് കാണുന്നവരൊക്കെ പറയുകയാണ്. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാണോ? ഈ VD സതീശനും അതുപോലെ തന്നെ ഇവരൊക്കെ ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കേട്ടു നോക്ക്. ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നവരല്ലേ. ഇത് ഒന്നും പോകട്ടെ, ഇത് പോകട്ടെ, ഇത് കേരളത്തിലായിരുന്നു സംഭവിച്ചതെങ്കിലോ ഇങ്ങനെ 3 ദിവസമൊക്കെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ട് 1ഉം 2ഉം JCB വെച്ച് 2 ടിപ്പർ വെച്ച് ഇത്രയധികം ഏരിയ ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഈ പ്രവർത്തനത്തിന് കേരളത്തിൽ അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തിരുന്നുള്ള സാഹചര്യം എന്തായിരിക്കും അതിൻ്റെ സാഹചര്യം? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കോവിഡ് സമയത്ത് 10 മിനിറ്റ് 12 മിനിറ്റ് ആംബുലൻസ് വരാൻ 12 മിനിറ്റ് ആയപ്പോൾ അത് വലിയ വാർത്തയാക്കി. കോവിഡിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ നാട്ടിലാകെ ഇത് നിൽക്കുന്ന സമയത്ത്, വലിയ ഭീഷണിയായി നിൽക്കുന്ന സമയത്ത്, വാഹനങ്ങളൊക്കെ കുറവുള്ള സമയത്ത്, ഒരു പ്രത്യേക സ്പോട്ടിലല്ല, കേരളത്തിലാകെ ആ സമയത്തൊക്കെ കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ഈ പറയുന്ന ആളുകളൊക്കെ എടുത്ത സമീപനം നമുക്കറിയാം. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. ഇതിലൊരു ആശങ്കയുണ്ടായിട്ട്, ഇതിലൊരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്, ഇതിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, മേലിൽ ആവർത്തിക്കാത്ത തരത്തിൽ. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഈ ആളുകൾ ഈ ഡ്രൈവർമാരായിട്ട് മറ്റു ജോലിക്കുമൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളാണ്, ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നാഷണൽ ഹൈവേയിലൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഖ്യ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. പല ജോലിക്ക് ആവശ്യാർത്ഥം നമ്മുടെ കേരളത്തിൽ നിന്നാണ് അധികമായി സഞ്ചരിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളെ പ്രദേശത്തു നിന്നൊക്കെ. അവരുടെയൊക്കെ ജീവന് എന്ത് വിലയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സമയത്ത് ഉണ്ടാവില്ലേ? എല്ലാവർക്കും, ഏതൊരു മനുഷ്യനും, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെ യാത്ര ചെയ്യുന്നവരും ഈ വാഹനത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ മുൻനിർത്തി നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എന്തൊരു പ്രയാസകരമാണ് ഈ സാഹചര്യം. ആ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിനുണ്ടായ വീഴ്ചകളെ കാണാതിരിക്കാൻ പറ്റില്ല, അത് പറയണം. ഈ സമയത്ത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ അങ്ങനെ ഒന്നുമല്ല. എന്നാലും ഈ സാഹചര്യത്തെ അവർ മാനേജ് ചെയ്യുന്നതിൽ അവർക്കൊരുപാട് പ്രയാസങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവരാവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഈ നിമിഷം പോലും അവർക്ക് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ പോലും പറ്റില്ല. ഇത് നാഷണൽ ഹൈവേയിലാണ്, ഈ ഹൈവേ സൈഡിലാണ്. നമ്മളിപ്പോൾ മറ്റു പറഞ്ഞ ഈ പെട്ടിമുടിയും പിന്നെ കവളപ്പാറയും ഒക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്കാർക്കും അവിടെയുള്ള പരിസരവാസികൾക്കോ മാധ്യമപ്രവർത്തകർക്കോ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഒരാക്ഷേപവും ഉണ്ടാവാത്ത തരത്തിൽ അത്രയും എല്ലാവരും കൺവിൻസ്ഡ് ആയിരുന്നു. അങ്ങനെ ആയിരുന്നില്ലേ? ജാഗ്രതയോടുകൂടി അറിഞ്ഞ ഉടനെ തന്നെ സകല ഭാഗത്തു നിന്നും എല്ലാ സംവിധാനങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തി. അങ്ങനെയല്ലേ നമ്മൾ ഒരു ഇടപെടലുകളെ, ഒരു ക്രൈസിസിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്? അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ കാണാറ്? ഇത് ചിലർ വന്ന് ചില ഷോ ഓഫ് കാണിച്ച് അവിടുന്ന് തന്നെ ആളുകൾ പറഞ്ഞല്ലോ, ചില MLA വരുന്നു, ചില ഇവർ വരുന്നു, അങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിനൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന ഇത്രയും വലിയൊരു പ്രതിസന്ധിയെ അതിജീവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനവും അക്കാര്യമാത്ര പ്രസക്തമായി അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നു. നമ്മളൊക്കെ അത് അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. നമ്മൾ മാത്രമല്ല, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും അവിടെ നിന്ന് പറയുന്നവർ, ഈ ഉദ്യോഗസ്ഥരിൽ തന്നെ മലയാളികളായിട്ടുള്ളവർ പറയാതെ പറയുകയാണ് പല കാര്യങ്ങളും. ഇതൊക്കെ കാണണ്ടേ, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇത് പറയാതിരിക്കും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എന്നാലും പലതും പറയാതിരിക്കുകയാണ് പലരും. ഈ സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ജീവനോടെ തിരിച്ചു വരണം എന്നുള്ള വലിയ ആഗ്രഹമാണുള്ളത്. അങ്ങനെ നമ്മുടെ അർജുനും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും കാണാതായവരുടെയും ഒക്കെ ജീവന് വിലയുണ്ട്. അവരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളൊക്കെ ഉള്ളത്. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, അവിടുത്തെ രക്ഷാപ്രവർത്തകൻ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഒരു മലയാളി ഈ അപകടത്തിൽ പെട്ടതുകൊണ്ട് ഇതുപോലെ മാധ്യമ ശ്രദ്ധയും അവിടെ തെരച്ചിലും ഒക്കെ നടന്നതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ സൈന്യവും മറ്റ് ദുരന്ത നിവാരണ സൈന്യവും ഒക്കെ ഇറങ്ങി ഒരു പരിശോധന നടത്തുന്നത്. അതല്ലെങ്കിൽ അതുപോലും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യജീവൻ എത്ര വിലയുണ്ട് എന്ന പ്രാഥമികമായ ചോദ്യം തന്നെയാണ് അവിടെ ഉയരുന്നത്. ഗോൾഡൻ അവേഴ്സ് നഷ്ടമായി, 2 ദിവസം പൂർണ്ണമായി നഷ്ടമായി, നമുക്കറിയാം. അതിനുശേഷമാണ് ഇതിലിപ്പോൾ ഒരു മലയാളി എന്നുള്ളത് നമ്മുടെ കൺസേൺ ആണെങ്കിൽ അവിടെ ആ അപകടത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരും എന്നുള്ളത് കർണാടക സർക്കാരിൻ്റെ കൺസേൺ ആകേണ്ടതായിരുന്നില്ലേ?
അല്ല അഭിലാഷ്, നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷേ കേരളത്തിൽ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യം, നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ള രീതിയിൽ അതേ രീതിയിൽ തന്നെ കേരളത്തിന് പുറത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ പലതരത്തിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അതിനൊരു സാധ്യത പലപ്പോഴും കുറവാണ് കാണുന്നത്. എന്തിനൊരു റോഡ് അപകടം ഉണ്ടായാൽ പോലും വേണ്ടത്ര പരിഗണന ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ രൂക്ഷമായിട്ടുള്ള മഴയും മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസമല്ല, ഇന്ന് വരെ അവിടെ രൂക്ഷമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഏത് സമയത്തും വീണ്ടും മണ്ണിടിയാമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്ന് ഇവിടെ ഇരുന്ന് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം നമുക്കതിനെക്കുറിച്ച് നേരിട്ട് അനുഭവം ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ഒക്കെ അഭിപ്രായത്തെ മാനിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറം എനിക്ക് വസീഫ് പറഞ്ഞതിനോട് ഒരു എതിർപ്പുള്ളത്, കേരളത്തിന്റെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇടപെട്ടു എന്ന് താങ്കൾ പറഞ്ഞു. KB ഗണേഷ് കുമാർ 2 ദിവസം മുമ്പ് കേരളത്തോട് പറഞ്ഞ അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത്. അതിനപ്പുറത്ത് എനിക്ക് അതിലൊന്നും പറയാനില്ല. കാരണം അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾ അവർ അലംഭാവം കാണിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രി അവിടെ അത്രയേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടായിരിക്കും പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ബോധ്യമില്ലാതെ പറഞ്ഞു എന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. ഇനി രണ്ടാമത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം, ഞാനൊരു രാഷ്ട്രീയം കണ്ടിട്ട് പോലുമില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ, MP-മാർ, കോഴിക്കോട് MP രാഘവൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമില്ലേ? സുരേഷ് ഗോപിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാവരും പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഒരു മലയാളി അതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ വന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിലൊരു പൊളിറ്റിക്സ് കാണുന്നത്, കർണാടകയിലെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരായതുകൊണ്ട് അവരെ ന്യായീകരിച്ച് കളയാമെന്നുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു താല്പര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു മാനവിക മൂല്യത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത് കൂടി ബോധ്യപ്പെട്ട് വേണം നമ്മൾ അതിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നും ഞാൻ പറയാം. പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതുവരെ കണ്ടെത്താത്ത ആളുകളുണ്ട്, റെസ്ക്യൂ ഓപ്പറേഷൻസ് പരാജയമല്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് എല്ലാവർക്കും നേരിട്ട് ഇടപെട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ്. കേരളത്തിൽ ഇപ്പോഴും ബോഡി കിട്ടാത്ത ഒത്തിരി ആളുകളില്ലേ, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചെന്നോ അറിയാത്ത ഒത്തിരി പേരില്ലേ, കവളപ്പാറയിലായിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടിമുടിയിലായിക്കോട്ടെ. എന്തിന് ഈ ആമയഞ്ചാൽ തോട്ടിൽ ഒരാൾ പോയിട്ട്, ഒരു തൊഴിലാളി പോയിട്ട് 46 മണിക്കൂറിന് ശേഷമല്ലേ നമുക്ക് കണ്ടെത്താൻ പോലും പറ്റിയത്? നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ പരിമിതികൾ ഉണ്ട് എന്നുകൂടി നമ്മൾ അംഗീകരിക്കണം എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. അതിനപ്പുറത്ത് അവിടുത്തെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അത് ചോദിക്കും, അന്വേഷിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് അത് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ആരും നടത്തുന്നില്ല. പക്ഷേ കംപ്ലീറ്റ് ചെയ്തോളൂ ആ വാചകം. അല്ല, അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു മാനുഷിക മൂല്യത്തോടു കൂടി നമ്മൾ കാണണം. ഇതിലൊക്കെ എല്ലാത്തിലും നമ്മൾ പെറ്റി പൊളിറ്റിക്സ് കാണാതെ ഇത്തരം ലാൻഡ്സ്ലൈഡുകൾ വരുമ്പോൾ മനുഷ്യരുടെ ജീവന്റെ പ്രശ്നം എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രാഥമികമായ വിഷയം. പക്ഷെ അക്കാര്യത്തിൽ ഉത്തരവാദിത്വം വലിയ തോതിൽ, അതായത് പൗരന്റെ ജീവൻ ഉറപ്പു നൽകാനുള്ള ബാധ്യത സ്റ്റേറ്റിൻ്റെതാണ് എന്ന പരമമായ കാര്യം അവിടെ നിൽക്കുന്നു. ചർച്ച അവസാന മിനിറ്റുകളാണ്. ശ്രീ ബിജു കക്കയം, ഇനിയുള്ള പ്രതീക്ഷ എന്താണ്? എന്തായാലും കരയിലില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി നദി കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ അന്വേഷണം. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും നമുക്ക് ഇനി റോഡിൻ്റെ വലതുഭാഗത്ത് എന്ന് വെച്ചാൽ ഇടതുഭാഗത്താണ് നമുക്കിപ്പം ഇത് ഉണ്ടായിട്ടുള്ളത്, ഇടിച്ചിലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ വലതുഭാഗത്ത് തന്നെ വലിയൊരു കട്ടിങ്ങാണ്. ഈ റോഡ് അവിടെ കെട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കട്ടിങ്ങാണ്. അതും പുഴയുമായിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പക്ഷേ ലോറിയോ അല്ലെങ്കിൽ അവിടെ കടകളെല്ലാം ഉണ്ടായിരുന്നു. അതിലുള്ള ആളുകളുടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇത് താഴെ ആയിരിക്കണം എന്നാണ് നമ്മളുടെ നിഗമനം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് സെർച്ചെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും സിഗ്നൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെയും അത് തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇന്ന് കലക്ടർ ആയിട്ടുള്ളൊരു ചർച്ച ഇപ്പം അവിടെ നടക്കുന്നുണ്ട്. അപ്പം നാളെ രാവിലെ തന്നെ അവിടെയുള്ള മണ്ണുകൾ, അവിടെ നിന്ന് കുറേ മണ്ണുണ്ടായിരുന്നു, കുറേ മണ്ണ് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ണ് കൂടി അവിടെയുള്ള മണ്ണ് മാറ്റിയാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഈ ലോറിയും മറ്റ് കാണാതായ ആളുകളും ഉണ്ടാകും എന്നുള്ള
ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് പുഴയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കാം. വളരെ നന്ദി. ഈ രക്ഷാപ്രവർത്തകരോടൊക്കെ ഉള്ള ഐക്യദാർഢ്യവും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. വളരെ നന്ദി എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.